ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ബട്ടറൊക്കെ ചേർക്കുന്നതുകൊണ്ട് സാധാരണ നമ്മൾ ഓയിൽ ചെയ്യുന്നതിന് പകരം ഇത് ബട്ടറൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്ന് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ കേക്ക് ടിന്നിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. മൈദ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇങ്ങനെ തട്ടുമ്പം എല്ലാ ഭാഗത്തേക്കും ആ ഓയിലായ ഭാഗത്തൊക്കെ മൈദ ആയിക്കോളും. ഇതിൽ നമ്മൾ വാക്സ് പേപ്പർ ഒട്ടിക്കുന്നില്ല, അതായത് ബേക്കിംഗ് ഷീറ്റ് താഴെ വെക്കുന്നില്ല. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതിൽ എക്സസ് ആയിട്ടുള്ള മൈദ തട്ടിയിട്ട് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇത് റെഡിയാക്കി ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് വെള്ളം പോലെ അല്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ അരിച്ചെടുക്കുക. അതിനുവേണ്ടി 1/4 കപ്പ് മൈദ നന്നായിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുക. അത് അളവ് തെറ്റിപ്പോയത് കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ, അതായത് ചെറിയൊരു കേക്കിന് വേണ്ടിയതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിക്കുക. നിങ്ങൾക്ക് ഞാനിതിൻ്റെ വലിയ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറച്ചും കൂടെ വലുതാവണമെങ്കിൽ ആ ഒരു അളവും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട, എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് വലിയ ബൗളിൽ മുട്ടൻ്റെ വെള്ള ഇട്ട് കൊടുക്കുക. മുട്ടൻ്റെ ഇത് പൊട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കയ്യിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിൽ വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. എന്നിട്ട് മഞ്ഞ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 2 മുട്ടയാണ് എടുത്തത്. 2 മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ളയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. കൂടിപ്പോകരുത്, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം കുറഞ്ഞ സ്പീഡിലിടുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതായത് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടണം നമുക്ക്. ഇപ്പോൾ ഈ ഒരു കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എത്തുമ്പം നല്ല സ്റ്റിഫ് പീക്കാവണം. പിന്നെ നമുക്ക് ഈ പാത്രം കമഴ്ത്തിയാൽ, ഇപ്പോൾ ഞാനിത് ഓരോ സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കമഴ്ത്തിയാൽ നമുക്ക് അത് താഴേക്ക് വീഴില്ല. ആ ഒരു രീതിയിലാണ് ആയിക്കിട്ടുക. ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ബീറ്ററിൽ നിന്ന് താഴേക്ക് വീഴുന്നില്ല. അതുപോലെ ബൗൾ നമുക്ക് കമഴ്ത്തി കഴിഞ്ഞാൽ അത് വീഴില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 2 മുട്ടൻ്റെ മഞ്ഞയാണ് കേട്ടോ. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ടിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1/4 കപ്പ് ഇപ്പം ഇട്ട് കൊടുക്കും. പിന്നെ 1/4 കപ്പ് ബട്ടർ ബീറ്റ് ചെയ്യുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മുട്ടൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുന്ന പാത്രം ഒരിക്കലും വെള്ളം പൊടി ഒന്നും ഉണ്ടാവരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ മഞ്ഞ ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട്. അതായത് മഞ്ഞൻ്റെയും ഈ ഒരു കളറ് മാറി നല്ലൊരു വൈറ്റ്, ഒരു യെല്ലോ പെയിൽ കളറായി വരണം. ആ ഒരു രീതിയിൽ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും ഒക്കെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർ അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തത്. അതിൻ്റെ ഹാഫ്, അതായത് 50 ഗ്രാമാണ് ഇപ്പം നമുക്ക് ആവശ്യം. പിന്നെ ബട്ടർ ഉരുക്കരുത്, അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ മുന്നേക്ക് എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ അതങ്ങനെ ഏകദേശം ഉരുകിയിട്ടുണ്ടാകും. അതായത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഉരുക്കുകയല്ല, ജസ്റ്റ് അതിൽ ഇങ്ങനെ മെൽട്ടായി വരണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര നേരത്തെ നമ്മൾ മുട്ട മഞ്ഞയിൽ ചേർത്ത പോലെ തന്നെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം. നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ആ പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടെ നന്നായിട്ട് യോജിക്കണം. പഞ്ചസാര പൊടിച്ചതാണ് എടുത്തത്. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര ആകുമ്പം അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കുക. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാനും എളുപ്പമാണ്, പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ നമ്മൾ ബട്ടറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടറിൻ്റെ മിക്സും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടൻ്റെ മഞ്ഞൻ്റെ മിക്സില്ലേ, അതും കൂടെ ഒരുമിച്ചാക്കി കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഓരോ സ്പാച്ചുലയിൽ എടുത്തിട്ട് ബട്ടറിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക, അതായത് ബ്ലെൻഡർ കൊണ്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത ബാച്ച് ഇടുക, വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുട്ട അതിൻ്റെ വൈറ്റ് അടിച്ച് വെച്ചതിന് അടിയിൽ വെള്ളം കോരി വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആവരുത്, പെട്ടെന്ന് തന്നെ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് ഓവനിലേക്ക് വെക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ് വൈറ്റ് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ബട്ടറിൻ്റെയും എഗ് യോക്കിൻ്റെയൊക്കെ മിക്സ് റെഡിയാക്കിയില്ലേ, അതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് മെല്ലെ
ഇളക്കി കൊടുക്കുക. അതായത് ഇങ്ങനെ സ്പാച്ചിലിനെ കൊണ്ട് മെല്ലെ മെല്ലെ യോജിപ്പിക്കുക. ഭയങ്കരമായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ എഗ് യോക്കും എഗ് വൈറ്റൊക്കെ സെപ്പറേറ്റ് ചെയ്തത് വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് മുട്ടൻ്റെ വെള്ള കുറച്ച് ചേർക്കുക, അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പൊടികൾ, ആ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് എഗ് വൈറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം പൊടി ലാസ്റ്റ് വരെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ പാൽ, മുട്ട ഇതൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അതായത് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ എടുത്ത് ഒഴിക്കരുത്, അല്ലെങ്കിൽ നല്ല തിളച്ചത് ഒഴിക്കരുത്. ഒരു പാകം ചൂടിൽ 1 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ച് കുറവ്, ഒരു 3/4 ടേബിൾ സ്പൂണാണ് പാലൊഴിച്ചത്. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ സാധാരണ കേക്കിൻ്റെ ബാറ്റർ പോലെ ലൂസ് ബാറ്റർ അല്ല, കുറച്ച് തിക്ക് ബാറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അത് ഞാൻ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഓവനിലാണെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഇപ്പോൾ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ച് ഒന്നങ്ങ് തട്ടിക്കൊടുക്കുക. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. അരമണിക്കൂറായി കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. അപ്പം ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. പിന്നെ ഓരോരുത്തരും ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസം. ചെറിയൊരു കേക്കാണ്. ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് ഈ ഒരു കേക്കിലല്ല, വലിയ ഇതിൻ്റെ ഡബിൾ സൈസ് എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ബ്ലേഡും ബൗളും വിപ്പിംഗ് ക്രീം ഒഴിക്കാനുള്ള ബൗളൊക്കെ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഷേക്ക് ചെയ്തതിന് ശേഷം, അതായത് അടിയിൽ കട്ടയായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അതിന് ഇത് 2 കപ്പാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. നമ്മൾ തണുപ്പിച്ചെടുത്ത് ഫ്രീസറിൽ 1 മണിക്കൂർ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ബൗള് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ ഒഴിക്കരുത്, ഒന്ന് ലൂസാവണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലൂസായതിന് ശേഷം മാത്രം ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു വലിയൊരു പാത്രത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ച പാത്രം വെക്കേണ്ടത്. അതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ബ്ലേഡ് അതിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറഞ്ഞ സ്പീഡിൽ, പിന്നെ സ്പീഡ് മെല്ലെ മെല്ലെ കൂട്ടി കൊടുക്കുക. അതായത് അടിയിൽ പാത്രം നല്ല തണുപ്പുള്ളത് വേണം, അല്ലെങ്കിൽ റൂമിൽ AC ഇടണം. അപ്പം നല്ല തണുപ്പിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക. എൻ്റെ ഈ വിപ്പിംഗ് ക്രീമിന് മധുരമില്ല, അതുകൊണ്ട് ഞാൻ ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടോ നോക്കുക. മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല, പൊടിച്ച പഞ്ചസാര കേട്ടോ, അല്ലെങ്കിൽ ഐസിങ് ഷുഗറാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടോ കറക്റ്റ് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ബ്ലേഡ് ഒന്ന് താഴേക്ക് വീണില്ല, ആ ഒരു കൺസിസ്റ്റൻസി ആവും. അപ്പോൾ കണ്ടില്ല, നല്ല ക്രീമിയാണ്. ഇനി കൂടിപ്പോകരുത്, കൂടിക്കഴിഞ്ഞാൽ ബട്ടറും ഇതും തമ്മിൽ സെപ്പറേറ്റ് ആവും. അപ്പോൾ അത്ര മതി. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടെ എടുത്ത് ഒന്നങ്ങ് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് മെൽട്ടാവുന്ന വരെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മളെ കേക്ക്, ഞാനിതാ പറയില്ല, ഞാൻ കുറച്ച് വലിയ കേക്കിലാണിത് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതാ കണ്ടോ, കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതായത് മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കട്ട് ചെയ്യുക, അപ്പോൾ നല്ല നിരപ്പായിട്ട് കേക്ക് കിട്ടും. അപ്പോൾ അതാ കേക്ക് ഞാൻ 2 ലെയറാണ് കേട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് 3 ലെയർ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് വെറ്റാക്കിയെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് കേക്ക് ആവുക. പിന്നെ നല്ല മധുരം വേണമെങ്കിൽ ഷുഗർ സിറപ്പിൽ കുറച്ചുകൂടെ മധുരമൊക്കെ ചേർക്കുക. ഞാനൊരു പാകം മധുരത്തിലാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഗണാഷ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ചോക്ലേറ്റ് 1/2 കപ്പ് എടുക്കുക. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ഓക്കെ. 1/2 കപ്പ് കുക്കിംഗ് ചോക്ലേറ്റ് ഞാനിങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഒന്നങ്ങ് ചൂടാക്കി എടുത്തതാണ്, അത് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചൂടായ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കുന്നില്ല, കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്നങ്ങ് ഇളക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പാനിൽ ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് നിലക്കടല ഇട്ടിട്ട്, തോല് കളഞ്ഞ നിലക്കടലാണ് കേട്ടോ ഇട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും നേരത്തെ പോലെ തന്നെ ബട്ടറിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗണാഷ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക്
1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ടാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാ ഒരു നോസിലുകൊണ്ട് ഒന്നങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല നിരപ്പാക്കി കൊടുക്കുക കേട്ടോ. അത് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നിലക്കടലയും ബദാം റോസ്റ്റ് ചെയ്ത് വെച്ചില്ല, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് ഗണാഷും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഗണാഷിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ചെറീസൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. ഞാൻ സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിൽ വെച്ച് വിപ്പിംഗ് ക്രീം നേരത്തെ പോലെ തന്നെ ഒന്നങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലും കൂടെ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് നിരപ്പാക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഒരു ക്രം കോട്ടാണ്, ക്രം കോട്ട് മാത്രമേ ചെയ്താൽ മതി. ശരിക്കും ക്രീം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടെ, ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. ഒരു അരമണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്തതാണ്. ഇപ്പം അതിന് ശേഷമാണ് ഈ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് കുറച്ച് തിക്കായിട്ടുണ്ടാവും നമ്മൾ നേരത്തെ റെഡിയാക്കിയതാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒന്നങ്ങ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതായത് അടിയിലൊരു പാത്രം വെച്ച് തിളക്കണ വെള്ളം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒന്നും കൂടെ ലൂസാവും. ആ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നല്ല തിക്കായി കഴിഞ്ഞാൽ നമുക്കത് ഒഴുകി പോവില്ല. അങ്ങനെ ഒഴുകി ഒലിക്കണം. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച്, അതായത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക കേട്ടോ. പിന്നെ എക്സ്ട്രാ ഉള്ള ചോക്ലേറ്റ് ഗണാഷ് ഫ്രീസറിൽ സൂക്ഷിക്കുക, കുറച്ച് കാലമൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.